മേഘാലയ മധുവിധു കൊലപാതക കേസിൽ കുറ്റസമ്മതം നടത്തി പ്രതി സോനം രഘുവംശി. നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് സോനത്തിന്റെ ഏറ്റുപറച്ചിലുണ്ടായത്. കാമുകനായ രാജ് കുശ്വാഹയെ സ്വന്തമാക്കാനാണ് സോനം ക്രൂരകൃത്യം നടത്തിയതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. രാജ രഘുവംശിയുമായുള്ള വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ഇൻഡോറിൽ വെച്ചായിരുന്നു കൊലപാതകാസൂത്രണം നടന്നത്. രാജയെ ഇല്ലാതാക്കാൻ 20 ലക്ഷം രൂപയ്ക്കാണ് സോനം വാടക കൊലയാളികളെ ഏർപ്പെടുത്തിയതും. സംഭവത്തിൽ സോനവും കാമുകൻ രാജ് കുശ്വാഹയും ഉൾപ്പെടെ 5 പേരാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത്. ഒരാളെ ഉത്തർപ്രദേശിലും മറ്റുള്ളവരെ മധ്യപ്രദേശിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. മേഘാലയത്തിൽ മധുവിധു ആഘോഷിക്കുന്ന സമയത്തും സോനം കൊലപാതകാസൂത്രണത്തിൽ പങ്കാളികളായിരുന്നു. ആകാശ് രാജ്പുത്, വിശാൽ സിംഗ് ചൗഹാൻ, ആനന്ദ് കുർമി, രാജ് കുശ്വാഹ എന്നിവരും കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. രാജയെ കൊലപ്പെടുത്തുന്ന സമയം സോനം അത് നോക്കി രസിക്കുന്നുണ്ടായിരുന്നു. കൃത്യം നിർവഹിക്കുന്നതിൽ തങ്ങൾ പരാജയപ്പെട്ടാൽ മലയുടെ മുകളിൽ നിന്നും രാജയെ തള്ളിയിട്ട് കൊല്ലാൻ സോനം പദ്ധതി ഇട്ടിരുന്നതായും വാടക കൊലയാളികൾ മൊഴി നൽകി. പോലീസും ക്രൈംബ്രാഞ്ചും പ്രതികളിൽ ഒരാളായ വിശാൽ ചൗഹാന്റെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. കൃത്യം നടത്തിയ ദിവസം ഇയാൾ ധരിച്ച രക്തക്കറ പുരണ്ട വസ്ത്രങ്ങൾ പരിശോധനയിലും കണ്ടെത്തി. മെയ് 11-നായിരുന്നു രാജ രഘുവംശിയുടെയും സോനത്തിന്റെയും വിവാഹം. ഇതിന് പിന്നാലെ 16-ന് ഇൻഡോറിലെ ഒരു ഹോട്ടലിൽ വെച്ചാണ് രാജ് കുശ്വാഹ അയാളുടെ ബന്ധുകൂടിയായ വിശാലിനോടും സുഹൃത്തുക്കളായ ആകാശ്, ആനന്ദ് എന്നിവരോടും കൊലപാതക പദ്ധതി വെളിപ്പെടുത്തുന്നത്. പിന്നീട് രാജ് നൽകിയ 50,000 രൂപയും മൊബൈൽ ഫോണുമായി വിശാലും ആനന്ദും മേഘാലയയിലേക്ക് പുറപ്പെടുകയായിരുന്നു. എന്നാൽ സംശയം തോന്നാതിരിക്കാൻ രാജ് നാട്ടിൽ തന്നെ കഴിഞ്ഞു. സംഭവത്തിന് ശേഷം കൃത്യമായ ആസൂത്രണത്തോടെയാണ് സോനം ഉത്തർപ്രദേശിലെത്തിയതും പോലീസിൽ കീഴടങ്ങിയതും. പിടിക്കപ്പെടാതിരിക്കാൻ മോഷ്ടാക്കളുടെ ആക്രമണത്തിലാണ് രാജ രഘുവംശി കൊല്ലപ്പെട്ടതെന്ന വ്യാജ കഥയും പ്രതികൾ മെനഞ്ഞു. എന്നാൽ പോലീസിന്റെ വിശദമായ അന്വേഷണത്തിൽ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. രാജ രഘുവംശിയുമായുള്ള വിവാഹത്തിന് സമ്മർദ്ദം ചെലുത്തിയാൽ അനന്തരഫലങ്ങൾ ഭീകരമായിരിക്കുമെന്നും സോനം മാതാവിനെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും പോലീസ് പറയുന്നു. നേരത്തെ സോനത്തിന്റെ പ്രണയബന്ധത്തെക്കുറിച്ച് മാതാവിന് അറിയാമായിരുന്നുവെന്നും രാജയുടെ സഹോദരൻ വിപുൽ ആരോപിച്ചിരുന്നു. രാജ് കുശ്വാഹയുമായുള്ള സോനത്തിന്റെ ബന്ധം കണ്ടെത്തിയ മാതാവ് അതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയും രാജ രഘുവംശിയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിവാഹം നടന്നാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു സോനത്തിന്റെ ഭീഷണി. അതേസമയം സോനവുമായി തങ്ങൾക്കിനി ഒരു ബന്ധവുമില്ലെന്നും കുടുംബം പറഞ്ഞു. രാജ രഘുവംശിയുടെ കുടുംബത്തെ സന്ദർശിച്ച സോനത്തിന്റെ സഹോദരൻ ഗോവിന്ദ് അവർക്ക് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. രാജയുടെ മാതാപിതാക്കളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ഗോവിന്ദിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. രാജയുടെ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു. ഞാനാണ് എൻ്റെ സഹോദരിയെ ഈ കുടുംബത്തിലേക്ക് എത്തിച്ചത്. ഇതിപ്പോൾ എൻ്റെ കുടുംബം കൂടിയാണ്. സോനം കുറ്റക്കാരിയാണെങ്കിൽ അവളെ തൂക്കിക്കൊല്ലണമെന്നും ഗോവിന്ദ് പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി സോനം രാജ് കുശ്വാഹയുടെ കയ്യിൽ രാഖി കെട്ടാറുണ്ടായിരുന്നു. ചേച്ചി എന്നായിരുന്നു അവൻ അവളെ വിളിച്ചിരുന്നത്. എന്നാൽ അതിന് പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അതോടൊപ്പം കൊലപാതകം പുനഃസൃഷ്ടിക്കാൻ ഒരുങ്ങി മേഘാലയ പോലീസ്. രാജ രഘുവംശി കൊലപാതകത്തിലെ മുഖ്യപ്രതിയായ സോനവുമായി കഴിഞ്ഞ ദിവസമാണ് അന്വേഷണ സംഘം മേഘാലയയിലെത്തിയത്. ഉടൻ തന്നെ കേസിലെ മറ്റു പ്രതികളെയും സംഭവ സ്ഥലത്തെത്തിച്ച് കൊലപാതകം പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഗർഭിണിയാണോ എന്ന് കണ്ടെത്താൻ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാക്കിയ സോനത്തെ ഇന്നലെ ഉച്ചയോടെ പ്രാദേശിക കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇവരെ 8 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു നൽകുകയും ചെയ്തു. പക്ഷേ CCTV ദൃശ്യങ്ങൾ, രക്തം പുരണ്ട വസ്ത്രം, ഡിജിറ്റൽ ഫുട് പ്രിന്റ് എന്നിവയാണ് കേസിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന സുപ്രധാന തെളിവുകൾ. പ്രതികളിൽ ഒരാളായ ആകാശിന്റെ ഷർട്ടിൽ നിന്നും കണ്ടെത്തിയ രക്തക്കറ കൊല്ലപ്പെട്ട രാജ രഘുവംശിയുടേതാണെന്ന് ഫോറൻസിക് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. രക്തക്കറ കണ്ടെത്തിയ സോനത്തിന്റെ റെയിൻകോട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരിക്കുകയാണ്. ഇവ രണ്ടും രാജയുടെ മൃതദേഹത്തിന് സമീപത്ത് വെച്ച് കണ്ടെടുത്തതാണ്. കൊലപാതകം നടത്താൻ ഉപയോഗിച്ച വെട്ടുകത്തി സംബന്ധിച്ചും പരിശോധന നടക്കുകയാണ്. ഈ ആയുധത്തിൽ നിന്നും രാജയുടെ മൃതദേഹത്തിൽ നിന്നും പ്രതികളുടെ വിരലടയാളം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കൊലപാതകത്തിന് ശേഷം പ്രതികൾ എല്ലാവരും ഒന്നിച്ച് സഞ്ചരിച്ചത് തെളിയിക്കുന്ന 42 CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഷില്ലോങ്ങിൽ പ്രതികൾ താമസിച്ച ഹോട്ടൽ ഉടമകളുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. റൂം ലഭിക്കുന്നതിനായി പ്രതികൾ ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ നൽകിയിരുന്നു. ഇതും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. കൊലപാതകം നടന്ന സ്ഥലത്താണ് പ്രതികളുടെ എല്ലാം അവസാന മൊബൈൽ ഫോൺ ലൊക്കേഷൻ കാണിക്കുന്നത്. അതേസമയം സോനം ഉൾപ്പെടെയുള്ള പ്രതികളുടെ മൊബൈൽ ഫോൺ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല.
ഇത് കണ്ടെടുത്താൽ കേസിൽ സുപ്രധാന വഴിത്തിരിവാകുമെന്നാണ് കരുതുന്നത്. ആകാശ്, ആനന്ദ്, വിശാൽ എന്നീ പ്രതികൾ 2 ഘട്ടമായാണ് മേഘാലയയിലേക്ക് യാത്ര തിരിച്ചത്. ദമ്പതികളോടൊപ്പം 3 യുവാക്കളെ കണ്ടെന്ന ടൂറിസ്റ്റ് ഗൈഡിന്റെ മൊഴിയും കേസിലെ സുപ്രധാന വഴിത്തിരിവാണ്. അതോടൊപ്പം സോനത്തിന് ചൊവ്വാദോഷമുണ്ടായിരുന്നെന്ന് കൊല്ലപ്പെട്ട രാജ രഘുവംശിയുടെ കുടുംബം ആരോപിക്കുന്നു. ചൊവ്വാദോഷമുള്ളതുകൊണ്ടാണ് അവൾ രാജയെ കൊലപ്പെടുത്തി മറ്റൊരാളെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചത്. നിരപരാധിയായ മകനെ നീചമായി കൊലപ്പെടുത്തിയതിൽ സോനത്തിന് പുറമെ പലർക്കും പങ്കുണ്ടെന്നും രാജയുടെ പിതാവ് അശോക് രഘുവംശി ആരോപിച്ചു. അതേസമയം സത്യസന്ധമായ അന്വേഷണം നടത്തിയിട്ടും സംശയം പ്രകടിപ്പിച്ചതിൽ രാജയുടെ കുടുംബം മേഘാലയ സർക്കാരിനോട് മാപ്പ് പറയുന്നുണ്ട്. സോനത്തിന്റെ കുടുംബം മേഘാലയ പോലീസിനോട് ക്ഷമാപണം നടത്തണമെന്നും അശോക് രഘുവംശി പറയുന്നുണ്ട്. കൊലപാതകം നടന്ന് 17 ദിവസത്തിനുള്ളിൽ മേഘാലയ പോലീസ് കേസ് തെളിയിച്ചു. തങ്ങളുടെ കൂടെ നിന്നതിൽ നന്ദി പറയുന്നുവെന്നും കുറ്റപ്പെടുത്തിയതിൽ ക്ഷമിക്കണമെന്നും രാജയുടെ സഹോദരൻ സച്ചിൻ രഘുവംശി പറഞ്ഞു. അതേസമയം വിഷയത്തിൽ CBI അന്വേഷണം വേണമെന്ന് രാജയുടെ മറ്റൊരു സഹോദരൻ വിപുൽ ആവശ്യപ്പെട്ടു. സോനത്തിന്റെ അമ്മയെ ചോദ്യം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു.